സർവേശ്വര ജഗദ്ഭേദരഹിതാദ്വൈത തേജസേ സിദ്ധിവിദ്യാധര ശിവശ്ചരവേ ഗുരവേ നമ. ഓം നമോ നമ സമ്പ്രദായ പരമഗുരവേ. സ്നേഹമുള്ളവരെ, വിശാഖഷഷ്ഠിയുടെ 39 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ വരെ പഠിച്ചു പോകുന്നത്. ഇനിയും നമുക്ക് 40 മുതലുള്ള ശ്ലോകങ്ങളാണ് പഠിക്കാനുള്ളത്. അതിലെ നമുക്ക് 40ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ സമയമൊന്നും കളയേണ്ട, എല്ലാവർക്കും ധൃതിയും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൃതിയിലേക്ക് തന്നെ പ്രവേശിക്കാം. 40ാമത്തെ ശ്ലോകം. വേണ്ടാതെയുള്ളതിനു പോണ്ടാ ദുരാശ തവ വേണ്ടാ കഥാഭിഗതിത തീണ്ടായിക നീ വിഷയ വേണ്ടായ്മയാപ്പളനെ ആണ്ടാണ്ടി സേവ ശുഭത പൂണ്ടാശു തച്ചരണമാണ്ടാശു ഭക്തി അതിൻ ഉണ്ടാത്മലാഭമതിൽ നിന്നോണ്ടാൽ വരാത്ത ഗതി വീണ്ടാശു വന്നടികൾ കൊണ്ടാടിടും ഹൃദയമേ. നമുക്കതിനെ ഒരു പദച്ഛേദം ചെയ്തൊക്കെ ഒന്ന് നോക്കിയാൽ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. വേണ്ടാതെയുള്ളതിന് പോണ്ട ദുരാശ തവ വേണ്ട കഥാവി കഥിത തീണ്ടായിക നീ വിഷയ വേണ്ടായ്മ ആ പളനി ആണ്ടാണ്ടി സേവ ശുഭത പൂണ്ടാശു തച്ചരണം ആണ്ടാശു ഭക്തി അതിന് ഉണ്ടാത്മലാഭമതിനാൽ അതിൽ നിന്നോണ്ടാൽ വരാത്ത ഗതി വീണ്ടാശു വന്നടികൾ കൊണ്ടാടിടും ഹൃദയമേ എന്ന് നമുക്കതിനെ ഒന്ന് പദച്ഛേദം ചെയ്ത് നമുക്കതിനെ വായിക്കാം. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് അല്പാൽപമായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുകയും ചെയ്യും. ഇനിയും ഈ 40ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ വീണ്ടും നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ കാരണം എന്താണെന്നും അതെപ്രകാരമൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയെന്നും ഒക്കെയാണ് ഭഗവാൻ ഇവിടെ പറയാൻ പോവുക. ഒരു മനുഷ്യന്റെ ഉയർച്ച താഴ്ചകളിലൂടെയാണ് അവൻ അവൻ്റെ ജീവിതത്തെ അവസാനം വരെ എത്തിക്കുക. എപ്പോഴും ഒരേ നിലവാരത്തിൽ ഒരു സമാന്തര രേഖ കടന്നു പോകുന്നത് പോലെ ഒരു മനുഷ്യൻ്റെയും ജീവിതം ഇങ്ങനെ കടന്നു പോകാറില്ല. അതിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും. അതിൽ ഐശ്വര്യവും അതുപോലെ തന്നെ ഐശ്വര്യമില്ലായ്മയും കടന്നു വരാം. സമ്പത്തും ദാരിദ്ര്യവും ഉണ്ടാകാം, സുഖവും ദുഃഖവും ഉണ്ടാകാം. അങ്ങനെ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന് ഉണ്ടാകുന്ന ആന്തരിക വ്യഥകളും ആന്തരിക സംഘർഷങ്ങളും എപ്രകാരമായിരിക്കും? അതിനെ നാം എപ്രകാരമാണ് അറിയേണ്ടത്? ആ ലോക തത്വം എന്താണ്? അത് നമുക്ക് മാത്രം ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങളാണോ ഇതൊക്കെ? അതോ ഈ പ്രപഞ്ചത്തിൽ ഈ മനുഷ്യരൂപത്തിൽ വന്ന് പിറക്കുന്നതായ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനിവാര്യമായി വന്നു ഭവിക്കുന്നതാണോ ഇതൊക്കെ എന്ന് ഭഗവാൻ നമുക്കിവിടെ കാട്ടിത്തരികയാണ്. തികച്ചും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, നിത്യ ജീവിതത്തിൽ, നിരന്തര ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായ സന്തോഷ ദുഃഖങ്ങൾ, സന്താപങ്ങൾ, അതിനൊക്കെ എന്താണ് കാരണം? അതെങ്ങനെയാണ് നാം നേരിടേണ്ടത്? അതിനെന്താണ് ഉപായങ്ങൾ എന്നൊക്കെ ഭഗവാൻ സുബ്രഹ്മണ്യ ഭഗവാനെ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മോടൊപ്പം ഇവിടെ വിശദീകരിക്കുകയാണ്, വിവരിക്കുകയാണ്. പ്രായോഗിക ജീവിതത്തിൽ നമ്മളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഓരോ കൃതികളുടെയും ഓരോ സന്ദേശങ്ങളുടെയും ലക്ഷ്യം, ഉദ്ദേശം അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഒഴിവാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് യാതൊന്നുമേ പ്രസ്താവിക്കാതെ, യാതൊന്നും പ്രകടിപ്പിക്കാതെ, തികഞ്ഞും ഭക്തിയിലൂടെ മാത്രം, ഭക്തിയുടേതായ അന്തരീക്ഷം ഒരുക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മളെ തയ്യാറാക്കുക എന്നുള്ളതല്ല ഗുരുദേവന്റെ നമ്മുടെ ലക്ഷ്യം. കൃത്യമായും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംഘർഷങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ കൃതികളിലും കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെയും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഓരോ കൃതികളിലും ഇതൊക്കെ സവിസ്തരം ഭഗവാൻ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. നിരന്തരമായി ഓരോ സ്തോത്രകൃതികൾ നമ്മോട് പാരായണം ചെയ്യുമ്പോഴും ഭഗവാൻ നമ്മളോട് സംവേദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ജീവിതത്തെ എപ്രകാരമാണ് ദുഃഖ ദുരിതങ്ങളിൽ നിന്നും സന്താപങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നഷ്ടങ്ങളിൽ നിന്നും ഒക്കെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് അതിൽ നിന്നൊക്കെ അതിജീവിച്ചുകൊണ്ട് സന്തുഷ്ടമായ
സന്തോഷപ്രദമായ സുഖപ്രദമായ ഒരു ജീവിതം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? സന്യാസിമാരിൽ അതുകൊണ്ടാണ് കുമാരനാശാൻ സന്യാസികളിൽ ഇങ്ങനെ ഇല്ലില്ലമി എന്നോ, യമിയായിട്ടുള്ള ഒരു സന്യാസിമാരും ഇങ്ങനെ ഇല്ല എന്ന് കുമാരനാശാൻ പാടിയത് അതുകൊണ്ട് തന്നെയാണ്. ഗുരുദേവന്റെ ഹൃദയത്തെ മതിച്ചിരുന്ന ഏറ്റവും വലിയ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിലുള്ള ഭൂരിപക്ഷം ജനങ്ങളും സന്താപ ദുഃഖ ദുരിതങ്ങളിൽ പെട്ടുഴലുന്നു. അവരുടെ ദുഃഖ ദുരിത ശാന്തിക്ക് എന്താണ് ഉപായമെന്നാണ് ഭഗവാന്റെ ചിന്ത. ആ ചിന്തയിലാണ് ഭഗവാന്റെ വേദാന്ത കൃതികളും ഈ ഭക്തിപ്രധാനമായിട്ടുള്ള കൃതികളൊക്കെ തന്നെയും വന്നിരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ കൃതികളെയും എങ്ങനെയാണ് നമ്മെ സന്തോഷഭരിതമായ ഒരു ജീവിതത്തിലേക്ക് പാകപ്പെടുത്തിയെടുക്കാൻ കഴിയുക. നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളുമായിരുന്നു ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങളും ഏറ്റവും വലിയ ആശങ്കയും. അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, 40ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, വേണ്ടാതെയുള്ളതിനു പോണ്ട ദുരാശ തവ വേണ്ട ഗതാവിഗതിത. പറയുന്നത് എന്താണ്? അല്ലയോ ഹൃദയമേ, പറയുകയാണ് കൊണ്ടാടി ഹൃദയമേ. ഇവിടെ പളനിമാമലയിൽ പോയി ഭജിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഭഗവാനിൽ ഭക്തി നമ്മുടെ മനസ്സാകുന്ന പൂവുകൾ പറിച്ച് അർച്ചന ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മോട് പറയുക, നമ്മുടെ ഹൃദയത്തോട് പറയുകയാണ്, വേണ്ടാതെയുള്ളതിനു പോണ്ട. അല്ലയോ ഹൃദയമേ, ഇതൊരു ആത്മോപദേശമാണ്. സ്വന്തം ഹൃദയത്തെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ ഈ ശ്ലോകത്തെ പഠിക്കുമ്പോൾ ഈ ശ്ലോകത്തിലൂടെ നിങ്ങളെ ഉപദേശിക്കുകയാണ്. ഇത് വായിക്കുന്ന ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അന്യോപദേശമല്ല, ഇത് ആത്മോപദേശമാണ്. നാം നമ്മെ തന്നെ ഉപദേശിക്കുകയാണ്. ഹൃദയത്തോട് നാം പറയുകയാണ്, അല്ലയോ ഹൃദയമേ, വേണ്ടാതെയുള്ളതിന് പോണ്ട. നോക്കുക, നമ്മുടെ ഈ ലോകഗതിയിലൂടെ, ലോകസഞ്ചാരത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വേണ്ടാത്തതായിട്ടുള്ളതെല്ലാം എന്തൊക്കെയാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിരന്നു നിൽക്കുക. അനേകം വേണ്ടായ്മകൾ നമ്മുടെ മുന്നിലേക്ക്, അരുതായ്മകൾ നമ്മുടെ മുന്നിലേക്ക് വന്ന് നിരന്നു നിൽക്കുന്നു. വേണ്ടത് വന്ന് നിൽക്കുന്നതേക്കാൾ കൂടുതൽ വേണ്ടായ്മകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്ന് ഇങ്ങനെ നിരന്നു നിൽക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, അല്ലയോ ഹൃദയമേ, ആശ വേണ്ട, ദുരാശ വേണ്ട. എന്തിലേക്ക്? വേണ്ടാതെയുള്ളതിലേക്ക് ദുരാശ വേണ്ട. ആശ വേണം നിനക്ക്. അത് എന്തിനു വേണ്ടിയാണ്? വേണ്ടാതെയുള്ളതിലേക്ക് അല്ല ആശ, വേണ്ടതിലേക്കുള്ള ആശ കൊള്ളാം, നല്ലതാണ്. വേണ്ടതിലേക്ക് നിനക്ക് ആശയുണ്ടാകണം. പക്ഷേ ഒരു കാര്യം നീ ഓർത്തുകൊള്ളുക, വേണ്ടാതെയുള്ളതിന് വേണ്ട ദുരാശ തവ വേണ്ട. എന്തുകൊണ്ട്? കഥാഭിഗതിത. ഒരിക്കലും ഒരു തരത്തിലും ദുരാശകൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. കഥാഭിഗതിത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു തരത്തിലും. കഥാഭിഗതിത എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്യം. ഇത് വാക്കല്ല, വാക്യമാണ്. രണ്ട് വാക്കുകളുടെ ഒരു സംയോഗമാണ്. കഥാഭിഗതിത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു തരത്തിലും എന്നാണ് എൻ്റെ അർത്ഥം. ദുരാശ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിരുവിട്ട ആശ, അതിരില്ലാത്ത ആശ, അങ്ങ് അമിതമായ ആഗ്രഹം. അതാണ് ദുരാശ എന്ന് പറയുന്നതുകൊണ്ടുള്ള അർത്ഥം. തവ എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ട. ശുഭത എന്ന് പറഞ്ഞാൽ ശുഭത്തെ ദാനം ചെയ്യുന്നത്, നല്ല ഫലത്തെ ദാനം ചെയ്യുന്നതാണ് ശുഭത. ശുഭത്തെ ദാനം ചെയ്യുന്നതാണ് ശുഭത എന്ന് പറയുന്നത്. പൂണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആമഗ്നനാകുക, അതിൽ അമർന്നു പോകുക, അതിൽ ലയിച്ചു പോവുക. പൂണ്ടുപോകുക, പൂണ്ടാശു എന്ന് പറഞ്ഞാൽ എത്രയും വേഗം ആമഗ്നനാകുക, അതിലേക്ക് അമർന്നു പോവുക, അതിലേക്ക് ലയിക്കുക. തച്ചരണം, തത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ, തച്ചരണം. ഭഗവാന്റെ ചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദങ്ങൾ, പാദകമലങ്ങൾ, തൃപ്പാദങ്ങൾ. ആശു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പെട്ടെന്ന് എന്നാണ്. ആത്മലാഭം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ, നമ്മുടെ ആത്മാവിൽ ഉണ്ടാകുന്ന നിറവ്, ഉണർവ്, പൂർണ്ണത, തൃപ്തി, ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മലാഭം. അപ്പോൾ അതാണ് അതിനകത്ത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത വാക്കുകൾ അങ്ങനെയാണ്. അപ്പോൾ വേണ്ടാതെയുള്ളതിനു പോണ്ട, ദുരാശ തവ വേണ്ട. അതുകൊണ്ട് ദുരാശ നിനക്കൊട്ടുമേ വേണ്ട. വേണ്ടാതെയുള്ളതിലേക്ക് അമിതമായ ആർത്തിയോ ആവേശമോ ആസക്തിയോ നീ കാണിക്കാൻ പാടില്ല. അരുതുകൾ അനവധി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നുവിടും. ഒരു കാര്യം നാം പ്രത്യേകം ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കുക? നമ്മൾ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ചിന്തിക്കും, എന്താണ്
എൻ്റെ ജീവിതാവസാനമാകുമ്പോഴത്തേക്ക് ഈശ്വരനെ കുറിച്ചൊക്കെ ചിന്തിക്കാം, സത്കാര്യങ്ങളൊക്കെ ചിന്തിക്കാം, സത്വചനങ്ങളൊക്കെ പഠിക്കാം, അത് ജീവിതത്തിൽ പകർത്താം. അതിലൂടെ നമുക്ക് നമ്മുടെ അവസാന കാലം, ശിഷ്ടകാലം നമുക്ക് സന്തോഷപ്രദമാക്കിയെടുക്കാം എന്നാണ് നാം ഓരോരുത്തരും ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. എന്താണ്? നാം നമ്മുടെ ജീവിതാരംഭത്തിൽ തന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ വിതയ്ക്കുന്ന വിത്തുകളുടെ ഫലങ്ങളാണ് നാം വരാൻ പോകുന്ന കാലങ്ങളിൽ കൊയ്തെടുക്കുക. നമ്മുടെ ബാല്യത്തിൽ വിതയ്ക്കുന്ന വിത്തുകൾ, നാം ജനിച്ചത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ മണ്ണിലേക്ക് വന്ന് പിറക്കുന്ന അന്ന് മുതൽ നാം ഇവിടെ അനുഷ്ഠിക്കുന്നതായ നിക്ഷേപിക്കുന്നതായ കർമ്മങ്ങളുടെ ഫലമാണ് നാം നമ്മുടെ ജീവിതാന്ത്യത്തിൽ വരെയും നാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാം ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ ജീവിതത്തിലെ ദുരാശകളെ മാറ്റിവെക്കണം. വേണ്ടാത്ത ആഗ്രഹങ്ങളെയും വേണ്ടാത്ത ചിന്തകളെയും നാം മാറ്റിവെക്കണം. അരുതുകളിലേക്ക് ഒഴുകി ഇറങ്ങുന്നതിനുള്ള ചിന്തകൾ നമ്മൾ ഇല്ലാതെയാക്കണം. നമ്മളിപ്പോഴേ വളരെ പൂർണ്ണബോധവാന്മാരാകണം. പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ച് കരുതലുള്ളവരായിരിക്കണം. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതോ, അടുത്ത ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നതോ, ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വർത്തമാനകാല ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളും സത്കർമ്മങ്ങളായിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദുഷ്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട്, ദുരാചാരങ്ങൾ ചെയ്തിട്ട്, ദുരാഗ്രഹങ്ങൾ നിങ്ങളിൽ നിറച്ചു വെച്ചിട്ട് സദ്ഫലങ്ങളെ കൊയ്തെടുക്കാമെന്ന് വിചാരിച്ചാൽ അസാധ്യമാണ്. ഒരിക്കലും അത് സാധിക്കില്ല. അങ്ങനെ ഒരിക്കലും നാം ചിന്തിക്കാൻ പാടില്ല. ജീവിതം എന്ന് പറയാൻ നിത്യമായ നിതാന്തമായ ഒരു ജാഗ്രതയിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിരന്തരമായ സുഖഫലങ്ങൾ, സന്തോഷങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ഒട്ടേറെ പാഴ്വാക്കുകളും വീഴ്വചനങ്ങളും പാഴ്പ്രവർത്തികളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു? ജീവിതാന്ത്യത്തിൽ ഞാൻ സത്കർമ്മങ്ങളിലേക്ക് പോയിട്ട് എനിക്ക് ജീവിതത്തിൽ നല്ല ഫലങ്ങൾ അനുഭവിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് സാധ്യമല്ല. നിങ്ങളുടെ ജീവിതാരംഭം മുതൽ, അല്ലെങ്കിൽ ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് എപ്പോൾ ലഭിക്കുന്നോ അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തെ നേർവഴിക്ക് നയിക്കുന്നതിനുള്ള ഒരു കരുതൽ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഓരോ പ്രവൃത്തിയും, ഓരോ ചിന്തയും, ഓരോ വാക്കുകളും കരുതി വളരെ സൂക്ഷ്മതയോടുകൂടി, ശുദ്ധമായ ലക്ഷ്യത്തോടുകൂടി, ദുരാഗ്രഹങ്ങളെല്ലാം ഒഴിവാക്കി വെച്ചിട്ട് നിങ്ങളുടെ കർമ്മത്തെയും നിങ്ങളുടെ ജ്ഞാനത്തെയും നിങ്ങളുടെ വാക്കുകളെയും പാകപ്പെടുത്തിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ ദുഃഖങ്ങളും ദുരിതങ്ങളും തിരിച്ചടികളും നഷ്ടങ്ങളും നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. നാം എന്തൊക്കെ ഇന്ന് അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ നാം കഴിഞ്ഞ കാലഘട്ടം, നമ്മുടെ ഭൂതകാലത്തിൽ നാം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫലങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ആരും മറക്കരുത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുകയാണ്, പളനി ഉപദേശനായിരിക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാനെ സാക്ഷിയാക്കിക്കൊണ്ട് ഭഗവാൻ പറയുകയാണ്, അല്ലയോ ഹൃദയമേ, നീ അറിഞ്ഞുകൊള്ളുക, നിന്റെ ഹൃദയത്തിൻ്റെ അറകളിൽ ഏതെങ്കിലും അതിൻ്റെ സൂക്ഷ്മ കോണുകളിൽ പോലും വേണ്ടാതെയുള്ളതിനുള്ള ആശ നിറച്ചു വയ്ക്കരുത്. വേണ്ടാകഥാഭിഗതിത, ഒരിക്കലും ഒരു തരത്തിലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരിക്കലും എന്ന് പറയുമ്പോഴതാണ് ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഭഗവാനോട് ഒരിക്കലും എന്ന് പറയുന്ന ഒരു ഒറ്റ വാക്ക് കൊണ്ട് നമ്മളോട് സൂചിപ്പിക്കുകയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. തീണ്ടായിക, നീ തീണ്ടിപ്പോകരുത്. തൊടുകയല്ല. എന്താണ് തീണ്ടുക എന്ന് പറഞ്ഞാൽ? നമ്മളൊന്ന് സ്പർശിക്കുകയല്ല, അതിൻ്റെ സമീപത്തേക്ക് പോലും നാം എത്താൻ പാടില്ല. പുലബാധിച്ച ഒരാളുടെ അടുത്ത് പോയി നിന്നാൽ തന്നെ നമുക്ക് പുലബാധിക്കുമെന്ന് പറയുന്നത് പോലെ ഈ ദുരാശ എന്ന് പറയുന്നത് നിന്നെ നിനക്ക് ആഗ്രഹം തരുന്നതായ അനവധി ഘടകങ്ങൾ നിന്റെ മുമ്പിൽ വന്ന് നിരന്നു നിൽക്കാം. പക്ഷേ അതിൽ തൊടാൻ പാടില്ലെന്ന് മാത്രമല്ല, അതിലൊന്ന് തീണ്ടുക പോലും ചെയ്യരുത്. നിന്റെ ജീവിതത്തിന് സമൃദ്ധിയേകുന്നതിന് നിന്റെ മുമ്പിൽ നിനക്ക് ആഗ്രഹം തരുന്നതായ, അത്യാഗ്രഹം തരുന്ന, ആശിപ്പിക്കുന്നതായ അനവധിയായ സംഗതികൾ നിന്റെ മുമ്പിൽ വന്നുവിടാം. ഇതൊന്നും നിനക്ക് സുഖത്തെ തരുന്നതല്ല, സന്തോഷത്തെ തരുന്നതല്ല, ആനന്ദത്തെ തരുന്നതല്ല, പരമമായ ആനന്ദത്തെ തരുന്നതല്ല എന്ന് നീ അറിഞ്ഞുകൊള്ളുക. അതെല്ലാം നിനക്ക് അനുഭവിക്കാനും കഴിയും. നീ അതെല്ലാം ആർജിച്ചു വെച്ചാലും, അതെല്ലാം നീ കരസ്ഥമാക്കിയാൽ പോലും അതെല്ലാം അനുഭവിക്കാൻ നിനക്ക് കഴിയില്ല. അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം വളരെ ബുദ്ധിയോടുകൂടി, വിവേകത്തോടുകൂടി, വിവേചന ബുദ്ധിയോടുകൂടി നിനക്ക് ആവശ്യമുള്ളതിനെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് നീ ഉപയോഗിച്ചു കഴിഞ്ഞാൽ
തീണ്ടായിക, ബാക്കിയുള്ളതിലേക്ക് നിന്റെ കണ്ണുകൾ പോകരുത്, കാതുകൾ പോകരുത്, നാവുകൾ പോകരുത്. നീ സ്പർശിക്കാനേ പാടില്ല, സ്പർശിക്കാൻ പാടില്ല, ദർശിക്കാനും പാടില്ല. തീണ്ടായിക നീ വിഷയ വേണ്ടായ്മ ആ പളനി ആണ്ടാണ്ടി. അപ്പോഴൊക്കെ നീ എന്ത് ചെയ്യണം? ആ പളനി ആണ്ടി നിൽക്കുന്നവനായി, പളനിയാണ്ടവനായിരിക്കുന്ന ഭഗവാനെ നീ ഓർക്കുക. സുബ്രഹ്മണ്യനെ നിന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. ആ സുബ്രഹ്മണ്യന്റെ തിരുരൂപം നിന്റെ ഹൃദയത്തിലേക്ക് നിറച്ചു വയ്ക്കുക. അരുതായ്മകളിലേക്ക് നിന്റെ കണ്ണുകൾ പോകാതെ, നിന്റെ കാതുകൾ പോകാതെ, നിന്റെ നാവുകൾ പോകാതെ, നിന്റെ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ നീ എന്ത് ചെയ്യണം? നിന്റെ ഹൃദയത്തിലേക്ക് ആ ഏകനായിരിക്കുന്ന പളനിയിൽ ആണ്ടിരിക്കുന്ന, പളനി ആണ്ടവനായിരിക്കുന്ന, പളനിപുരത്തിൻ്റെ അധിപതിയായിരിക്കുന്നവൻ്റെ നീ സേവിക്കുക. അതാണ് നിനക്ക് ശുഭത്തെ പ്രദാനം ചെയ്യുക, അതാണ് നിനക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുക. പളനിയാണ്ടാണ്ടി സേവ ശുഭത പൂണ്ടാശു തച്ചരണം ആണ്ടാശു ഭക്തിയതിൽ. നീ എന്താണ് ചെയ്യേണ്ടത്? ആ പാദകമലത്തിലേക്ക് പൂണ്ട് വീഴുക. നീ ആണ്ട് വീഴുക. അവിടേക്ക് സാഷ്ടാംഗം ആ പാദങ്ങളിലേക്ക് നീ നമസ്കരിക്കുക. അവിടേക്ക് വീണുകൊള്ളുക. അതിലേക്ക് പൂണ്ടുകൊള്ളുക. എവിടെ? തച്ചരണം, ഭഗവാന്റെ ചരണങ്ങളിലേക്ക്, പാദങ്ങളിലേക്ക് നീ സമർപ്പിതനാകുക. ആശുഭക്തി അതിനുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഭക്തിക്ക് അതിന് അതിവേഗം ഫലമുണ്ട്. ആത്മലാഭമുണ്ടാകും. നിനക്ക് നിന്റെ ആത്മാവിൽ സുഖമുണ്ടാകും. നിന്റെ നാവുകൾക്കല്ല, നിന്റെ കണ്ണുകൾക്കല്ല, നിന്റെ ശരീരത്തിനല്ല. നിനക്ക് കാണാൻ കഴിയാത്തതായ ഒരു ശരീരം നിനക്കുണ്ട്. നീ കാണുന്നത് ഭൗതിക ശരീരമാണെന്നുണ്ടെങ്കിൽ ഈ ഭൗതിക ശരീരത്തിനകത്ത് ഉള്ളതായ, അതിൻ്റെ ഉള്ളിൽ വസിക്കുന്നതായ ആത്മാവിന് ഉണ്ടാകുന്ന ആനന്ദം, അതിനാണ് ആത്മാനന്ദം അല്ലെങ്കിൽ ആത്മലാഭം. ആ ലാഭം കൊണ്ട് മാത്രമേ നിനക്ക് നിത്യമായ നിരന്തരമായ സുഖത്തെ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അത് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ആ പാദചരണങ്ങളിൽ പൂണ്ടുപിടിച്ചുകൊള്ളുക, കെട്ടിപ്പിടിച്ചുകൊള്ളുക, സമർപ്പിതനായിക്കൊള്ളുക. പളനിമാമലയിൽ പള്ളികൊള്ളുന്ന ഭഗവാന്റെ പാദങ്ങളിൽ സമാശ്രയിച്ചുകൊള്ളുക. അതിൽ നിന്നുകൊണ്ടാൽ, അപ്രകാരം നിന്നുകൊണ്ടാൽ വരാത്ത ഗതി വീണ്ടാശു വന്നരികൾ കൊണ്ടാടിടും ഹൃദയമേ. അല്ലയോ ഹൃദയമേ, നിനക്ക് എന്താണ് ലഭ്യമാകാൻ പോകുന്നത്? അങ്ങനെ നീ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ലഭ്യമാകാത്തതായിരിക്കും വരാത്ത ഗതി. നിനക്ക് നാളിതുവരെ അനുഭവിക്കാൻ കഴിയാതിരുന്നതായിട്ടുള്ള എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും നിനക്ക് അനുഭവിക്കാൻ കഴിയും. വീണ്ടാശു വന്നടികൾ കൊണ്ടാടിടും ഹൃദയമേ. അല്ലയോ ഹൃദയമേ, ആ ഭഗവാന്റെ പാദങ്ങളിൽ പോയി നീ ശരണാർത്ഥിയായി കഴിഞ്ഞാൽ നീ നിന്റെ ജീവിതത്തിൽ നാളിതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സുഖാനുഭവങ്ങൾ, സന്തോഷങ്ങൾ, ആനന്ദങ്ങൾ, പരമാനന്ദങ്ങൾ നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഇതുമാത്രം ചെയ്താൽ മതി. ആ ഭഗവാന്റെ ഭക്തിയിലേക്ക് നീ നോക്കുക. ആ സ്വരൂപത്തിലേക്ക് നീ നിന്റെ ഹൃദയത്തെ സമർപ്പിക്കുക. നിന്റെ മുമ്പിൽ വരുന്നതായ അരുതായ്മകളുടേതായ, വല്ലായ്മകളുടേതായ, ദുഃഖ ദുരിതങ്ങൾ തരുന്നതായ ആർത്തികളിലേക്കും ആസക്തികളിലേക്കും നീ പതിച്ചു പോകാതെ ഇരിക്കുക. വേണ്ടാതെയുള്ളതിന് പോണ്ട. നോക്കുക, ഇതൊരു വലിയ ഉപദേശമാണിത്. നിങ്ങളുടെ വ്യക്തിത്വത്തെ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ സ്വഭാവത്തെ ഒക്കെ തന്നെയും കൃത്യമായി രൂപപ്പെടുത്തുന്നതിന് വേണ്ടി, നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് തരുന്ന ഒരു ഉപദേശമായിട്ട് നിങ്ങൾ ഇതിനെ കാണണം. ആ ഹൃദയത്തിൽ നിന്ന് ലഭ്യമാകുന്ന ഈ സന്ദേശങ്ങളെ നിങ്ങൾ അണുവിടെ കളയാതെ നിങ്ങൾ പാലിക്കണം. ഇതൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ വലിയ വായിൽ സംസാരിക്കുന്ന അശോക് സാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ വേണമെങ്കിൽ ഒരു ചോദ്യങ്ങൾ വരാം. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു? ഇത് പറയുമ്പോൾ ഈ വാക്കുകളുടെ ഉടമയായി ഞാൻ മാറുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു മഹാഗുരു പറഞ്ഞു തരുന്ന ജീവിത വിശുദ്ധിയുടെ ഒരംശമെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ആത്മവഞ്ചനയാണ്. ഭഗവാൻ പറയുന്ന വാക്കുകളുടെ, വചനങ്ങളുടെ, അർത്ഥങ്ങളുടെ ഒരല്പമെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആത്മവഞ്ചനയായിരിക്കും അതോ. ആ ആത്മവഞ്ചന ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ആത്മനിന്ദയുണ്ടാകും. എനിക്ക് എന്നോട് തന്നെ ഒരു വെറുപ്പ് തോന്നും. ഞാൻ എന്തൊരു മനുഷ്യനാണ്, എൻ്റെ വാക്കും പ്രവൃത്തിയും പല വഴിക്ക് പോകുന്നു. ഞാനൊരിടത്ത് നിൽക്കുന്നു, എൻ്റെ വാക്കുകൾ വേറൊരു വഴിക്ക് പോകുന്നു, എൻ്റെ പ്രവൃത്തികൾ വേറൊരു വഴിക്ക് പോകുന്നു. അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് നിങ്ങളോട് ആർജവത്തോടു കൂടി ഭഗവാന്റെ വചനങ്ങൾ പറയാനുള്ള അവകാശം ഉണ്ടാകുക? നമ്മുടെ ജീവിതത്തിൽ നാം പൂർണ്ണമായി ഇതിനെ പകർത്താനോ സ്വാംശീകരിക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് തീർച്ചയായിട്ടും സർവേശ്വര ഇച്ഛ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി
ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ പറഞ്ഞു തന്നിരിക്കുന്ന ഈ വചനാമൃതങ്ങൾ നമ്മൾ സ്വീകരിക്കാതിരിക്കാൻ പാടില്ല, ഉൾക്കൊള്ളാതിരിക്കാൻ പാടില്ല. അതാണ് ഈ വാക്കുകളുടെ മഹിമ, അതാണ് ഇതിൻ്റെ ശക്തി, അതാണ്. വേണ്ടാതെയുള്ളതിനു പോണ്ടാതുരാശതവ വേണ്ടാകതാ വിഗതിത തീണ്ടായിക നീ വിഷയ വേണ്ടായ്മയാ പളനി അണ്ടാണ്ടി സേവ ശുഭത പൂണ്ടാശു തച്ചരണം ആണ്ടാശു ഭക്തി അതിനുണ്ടാത്മലാഭമതിൽ നിന്നോണ്ടാൽ വരാത്ത ഗതി വീണ്ടാശു വന്നടികൾ കൊണ്ടാടിടും ഹൃദയമേ. ഏകദേശം പൂർണ്ണമായിട്ട് ഇതിൻ്റെ അർത്ഥം പറയാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് 41-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. 41-ാമത്തെ ശ്ലോകം. കാണപ്പെടുന്ന പരമാണം ജഗത്തു പരമാണുക്കളോളവും അതിൽ പ്രാണിപ്രഭേദം അതിൽ നൂണങ്ങിനെ പുറമെ പൂണുള്ളതും സകലതും ക്ഷോണിക്കു നല്ല പുതു കാണി സ്ഥലം പളനി വാണകുമാര ഭഗവാൻ ഏണപ്രധാരിസുതർ ആണ ജഗത്തരിക ചേണുറ്റമേ ഹൃദയമേ. കാണപ്പെടുന്ന പരമാണം ജഗത്ത് പരമാണുക്കളോളവും അതിൽ പ്രാണിപ്രഭേദം അതിൽ നൂണങ്ങിനെ പുറമെ പൂണുള്ളതും സകലതും ക്ഷോണിക്ക് നല്ല പുതു കാണിസ്ഥലം പളനി വാണ അക്കുമാര ഭഗവാൻ പളനി വാണ അക്കുമാര ഭഗവാൻ ഏണപ്രധാരി സുതനാണ് അജഗത്തരിക ചേണുറ്റ് മേ ഹൃദയമേ എന്ന് നമുക്ക് ഇതിനെ ഒന്ന് ഛേദിച്ച് പദങ്ങളെ വേർതിരിച്ച് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞാനിത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ശ്ലോകങ്ങൾ ഈ പഠന ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇതെടുത്ത് വെച്ച് വായിക്കണം. വായിക്കുമ്പോൾ ഓരോ വാചകങ്ങളും ഇതിനകത്ത് ഓരോ വരികളും നിങ്ങൾ സ്വയമായിട്ട് ഇങ്ങനെയൊന്ന് പദച്ഛേദം ചെയ്ത് ശ്രദ്ധിക്കണം. പദത്തെ ഇങ്ങനെ വേർതിരിച്ചൊന്ന് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥങ്ങൾ അപ്പോഴവിടെ തെളിഞ്ഞു കിട്ടും. അതിനാണ് ഞാൻ ഇങ്ങനെ ഇതിലൂടെ ചെയ്യുന്നത്. അപ്പം പരമാണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അളവാണ്. അളവ് തൂക്കം എന്നൊക്കെ പറയാം പരമാണം. ജഗത്തെന്ന് പറഞ്ഞാൽ ലോകം. പ്രാണികൾ എന്ന് പറഞ്ഞാൽ ജീവികൾ. പ്രഭേദം എന്ന് പറഞ്ഞാൽ വൈവിധ്യം. വൈവിധ്യം എന്ന് വെച്ചാൽ വൈവിധ്യം വിവിധ തരങ്ങൾ ആയി നിൽക്കുന്നത് പ്രഭേദം. നൂണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നൂണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ലയിച്ചു ചേരുക, അതിലേക്ക് ഇഴുകി ചേരുക, അതിലേക്ക് ഒഴുകി ഇറങ്ങുക. അതിലേക്ക് നമ്മൾ ഇപ്പം ഒരു കാട്ടിലേക്ക് നമ്മൾ കൊടുങ്കാട്ടിലേക്ക് കയറിയപ്പം നൂണാണ് കയറി പോവുക. എന്ന് വെച്ചാൽ കാടുകൾ നമുക്ക് പോകാനുള്ള വഴി ഒരുക്കിക്കൊണ്ട് അവിടേക്ക് വളർന്നു നിൽക്കുന്ന ചെടികളെയൊക്കെ ഒന്ന് തട്ടി മാറ്റിക്കൊണ്ട് നൂണ് ഇങ്ങനെ അങ്ങ് പോകുന്നു നമ്മൾ. അതാണ് ഈ നൂണ്. അങ്ങനെ പുറമേ പൂണുള്ളതും പൂണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതിഞ്ഞു പോകുക, ആവരണം ചെയ്തു പോവുക, നമ്മളെ പൊതിഞ്ഞു നിൽക്കുക എന്നാണ് പൂണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാണ്. ക്ഷോണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി എന്നാണ് എൻ്റെ അർത്ഥം. ഏണം എന്ന് പറഞ്ഞാൽ മാൻ എന്നാണ് എൻ്റെ അർത്ഥം. ഏണം. ജഗത്ത് ഭൂമി. ചേണുറ്റത് എന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ടുള്ളത്, മനോഹരമായിട്ടുള്ളത്, സൗന്ദര്യം ഉള്ളതോ, ശ്രേഷ്ഠമായത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ നമുക്ക് 41-ാമത്തെ ശ്ലോകം ഒന്ന് പറഞ്ഞു നോക്കാം. എൻ്റെ ആശയം പറയാം. കാണപ്പെടുന്ന പരമാണം ജഗത്തു പരമാണുക്കളോളവും അതിൽ പ്രാണിപ്രഭേദമതിൽ നൂണങ്ങിനെ പുറമെ പൂണുള്ളതും സകലതും. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവം? എന്താണ് ഈ പ്രപഞ്ചം? എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ കാണുക? ഈ കാണപ്പെടുന്ന അളവിൽ മാത്രമേ നമുക്ക് ഈ പ്രപഞ്ചത്തെ നമുക്കറിയാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ കണ്ണുകൾ എത്തുന്ന സ്ഥലം, നമ്മുടെ കാതുകൾ എത്തുന്ന സ്ഥലം, നമ്മുടെ നാവുകൾ എത്തുന്ന സ്ഥലം, നമ്മുടെ ചെവി എത്തുന്ന സ്ഥലം, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ചെന്നെത്താൻ കഴിയുന്നതായ ആ പരിധിക്കകത്ത് നിന്നുള്ള ജഗത്ത് മാത്രമാണ് നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മുമ്പിൽ ഒരു പൂവിരിക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മുടെ എത്രമാത്രം അകലെയാണോ നിൽക്കുന്നത് അവിടെ അതിനെ നമ്മൾ കാണുന്നു. വേണമെങ്കിൽ നമുക്ക് അതിനെ അടുത്ത് ചെന്ന് നിന്ന് കാണാം, ആ പൂവിനെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ കാണുമ്പോൾ തന്നെ ആ പൂവിനെ പൂർണ്ണമായി കണ്ടോ എന്ന് ചോദിച്ചാൽ ആ പൂവിൻ്റെ ബാഹ്യഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നുള്ളൊരു സത്യം നമ്മൾ മറന്നു പോകരുത്. ഇത് ഇച്ചിരി വേദാന്തമാണ്, ഇച്ചിരി സൂക്ഷ്മമായ ജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ പരമാണുത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ പരമാണുക്കളെക്കുറിച്ചും പറയുകയാണ്, സൂക്ഷ്മജ്ഞാനത്തെക്കുറിച്ചും പറയും. പരമാണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യമായിട്ടുള്ളത്, ഈ അകലെ കാണുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നത് ഒക്കെയാണ് പരമാണുങ്ങളായി ഇവിടെ കാണുന്നത്. നമ്മളിൽ നിന്നും അകന്നും അടുത്തും ഒക്കെ കാണുന്നതായ വസ്തുക്കൾ, ദൃശ്യജാലങ്ങൾ, ജഗത്ത്, ഇത് പരമാണുക്കളോളം ശ്രദ്ധിക്കണം. ആ പൂവിനെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാഹ്യഭാഗം കാണുന്നതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ, തീർച്ചയായിട്ടും പൂവിന് അതിനൊരു ആന്തരിക ഭാഗം കൂടിയുണ്ട്. അതിൻ്റെ ഓരോ ദലങ്ങൾക്കും അതിൻ്റെ ബാഹ്യപടലങ്ങൾക്കുള്ളിലുള്ളതായ ഒരു ആന്തരിക ഘടനയുണ്ട്, ആന്തരികമായ ഭാഗമുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ നാരുകളും അതിൻ്റെ ഞരമ്പുകളും, നാഡിനരമ്പുകളും, അതിൻ്റെ ദലങ്ങളും, അതിൻ്റെ അതിൻ്റെ ഈ കേന്ദ്രഭാഗങ്ങളും ഒക്കെ നാം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ കാഴ്ച പൂർണ്ണമാണോ? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു പൂവിനെ നാം കണ്ടു എന്ന് പറയുമ്പോൾ പോലും ആ പൂവിനെ പൂർണ്ണമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ അണു അറിവിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുന്നില്ല. അതിൻ്റെ സൂക്ഷ്മമായ അറിവിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല. അതിന് നമ്മുടെ ഇന്ദ്രിയം നമ്മളെ സഹായിക്കുന്നില്ല. കാണപ്പെടുന്ന പരമാണം ജഗത്തു പരമാണുക്കളോളവും അതിൽ. അപ്പം ഈ ജഗത്ത് നമ്മൾ കാണുന്നത് ബാഹ്യമായി കാണുന്ന ലോകവും, എന്നാൽ ഈ അതിൻ്റെ അണുസമാനമായ ഭാഗങ്ങളെ അറിയുന്നതും സൂക്ഷ്മജ്ഞാനവും. അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു സൂക്ഷ്മദർശിനി വെച്ച് വേണേൽ നമുക്കതിനെ നോക്കാം, അല്ലെങ്കിൽ പൂവിൻ്റെ ദലങ്ങളെ കീറി മുറിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതിനെ നമുക്ക് വീണ്ടും ഒരു സൂക്ഷ്മദർശിനിയിലേക്ക് വെച്ച് നോക്കാൻ പറ്റും. അതിൻ്റെ സൂക്ഷ്മമായ ഭാഗങ്ങളെടുത്ത് അതിൻ്റെ എന്താണ് കോശങ്ങളോ തന്മാത്രകളോ ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പം നോക്കുക, ഇവിടെ ഈ ഭക്തിയുടെ ആശയങ്ങൾ നമുക്ക് പകർന്നു തരുമ്പോൾ തന്നെ ശാസ്ത്രജ്ഞാനം കൂടെ ഭഗവാൻ നമുക്ക് തരികയാണ്. ബാഹ്യമായ അറിവ് മാത്രമല്ല, ഏതൊരു വ്യക്തിക്കും അതിൻ്റെ ഉള്ളിലേക്കും ചെല്ലാം. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് നാം ഓരോരുത്തരും. നമ്മെ നോക്കിയാൽ തന്നെ ബാഹ്യമായി നമുക്ക് നമ്മെ കാണാൻ പറ്റും. പക്ഷെ ആന്തരികമായ നമ്മുടെ ഘടന എന്താണ്, നമ്മുടെ ആന്തരികമായ നമ്മുടെ ലോകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ കാണുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, നിങ്ങളെ കാണുന്ന എനിക്കും അറിയാൻ പറ്റില്ല. എനിക്ക് ആകെ നിങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റുന്നതോ നിങ്ങളുടെ ബാഹ്യമായി ആവരണത്തെ മാത്രമേ കാണാൻ പറ്റൂ. നിങ്ങളുടെ ആന്തരികമായ ശരീരഘടനകൾ എപ്രകാരം എനിക്കറിയാൻ പറ്റും. നിങ്ങളുടെ ചിന്താഗതികൾ, നിങ്ങളുടെ ആന്തരിക ലോകമെന്ന് പറയുന്നത് എന്താണ്? ഈ അസ്ഥിമയ പഞ്ചമലങ്ങളോടുകൂടിയ സപ്തമലങ്ങളോടുകൂടിയ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആന്തരിക ഘടനകൾ മാത്രമല്ല, ഈ ലോകത്തെ അറിയിക്കുകയും ചിന്തിക്കുകയും സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുന്നതായ ഒരു ചിന്തയുടേതായ ഒരു ലോകം നിങ്ങൾക്കുണ്ട്. ആ ലോകം കൂടെ ചേർന്നതാണ് നിങ്ങൾ. ഇതിലേക്ക് എനിക്ക് പ്രവേശനമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നിലേക്ക് പ്രവേശനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പ്രാണിപ്രഭേദം അതിൽ നോക്കുക, ഓരോ പ്രാണികളിലും വിവിധങ്ങളായ പ്രഭേദങ്ങളുണ്ട്. ഇവിടെ വ്യത്യസ്തതയുണ്ട്, വ്യതിരിക്തതയുണ്ട്. നമുക്കറിയാൻ കഴിയാത്തതായ ആന്തരികമായ ഘടനകളൊട്ടേറെയുണ്ട്. പ്രാണിപ്രഭേദം ഓരോരോ പ്രാണികളിലും. ഇനി സൂക്ഷ്മ പ്രാണികൾ മുതൽ ഏറ്റവും വലിയ ജീവികൾ വരെ ഉള്ളതിനെക്കുറിച്ച് നാം പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തന്നെ ഈ പ്രഭേദം നമുക്കൊരു വെല്ലുവിളിയാണ്. ഈ വൈവിധ്യം, ഈ വിവിധമായിരിക്കുന്ന ഇതിൻ്റെ ആന്തരികമായ ഘടനകൾ നമുക്കൊരു വെല്ലുവിളിയായി മാറും. നൂണിങ്ങനെ പുറമെ പൂണുള്ളതും അതിൻ്റെ ആന്തരികമായിട്ടുള്ളത് മാത്രമാണോ? നൂണിങ്ങനെ പുറമേ പൂണുള്ളതും പുറമേ ഉള്ളതും അകവും പുറവും തിങ്ങും മഹിമാവാർന്നതിൻ പദമെന്ന് ഭഗവാൻ ദൈവദശകത്തിൽ പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെ, ഇതിനെയൊക്കെ തന്നെയാണ്. പൊടിയൊരു ഭൂവിൽ അസംഖ്യം അപ്പൊടിക്കൽ ഉൾപ്പെടും ഒരു ഭൂവി ഇതിനില്ല ഭിന്നഭാവം എന്ന് പറഞ്ഞുകൊണ്ട് ആത്മശതകത്തിലും ഈ അണു വിജ്ഞാനത്തെക്കുറിച്ച് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ മാത്രമേ ഇതിന് ഭഗവാന്റെ സ്തോത്രകൃതികളായാലും ദാർശനിക കൃതികളായാലും നമുക്കതിനെ കൃത്യമായി ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. പ്രാണിപ്രഭേദം അതിൽ നൂണിങ്ങനെ പുറമെ പൂണുള്ളതും സകലതും ക്ഷോണിക്കു നല്ല പുതു കാണിസ്ഥലം. ഈ ക്ഷോണിക്ക്, ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ കഴിയുന്നതായ എല്ലാം കാണാൻ കഴിയുന്നതായി ആ പുതുമയോട് കൂടിയിരിക്കുന്ന കാണിസ്ഥലം, കാണാനുള്ള സ്ഥലം ഏതാണ്?
ഇത് കാണിയാണ്, നാം ഓരോരുത്തരും കാണികളാണ്. നാം ഇത് കാണുകയാണ്, നാം ഇതിനെല്ലാം സാക്ഷികളാണ്. നാം ഇതിൽ ഒന്നിലേക്കും പ്രവേശിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് പുറത്തു നിന്ന് ഇതിനെയെല്ലാം കാണാൻ മാത്രമേ കഴിയുള്ളൂ. പ്രഭേദമായിരിക്കുന്ന അനവധിയായിരിക്കുന്ന ദൃശ്യജാലങ്ങളെ നമുക്ക് പുറത്തു നിന്ന് കാണാൻ മാത്രമേ കഴിയുള്ളൂ. ഇതിൻ്റെ ആന്തരികമായ വൈവിധ്യങ്ങളും വിവിധതകളും വൈരുദ്ധ്യങ്ങളും ഒക്കെ നമുക്കറിയാൻ കഴിയാതെ പോകും. ക്ഷോണിക്കു നല്ല പുതു കാണിസ്ഥലം പളനിവാണ കുമാര ഭഗവാൻ. ആ പളനിസ്ഥലം വാഴുന്ന ആ കുമാര ഭഗവാൻ ആരാണ്? കുമാരനായിരിക്കുന്ന കാർത്തികേയനായിരിക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാൻ ഏണപ്രധാരിസുതനാണ്. സുതനാണ്. ഏണപ്രധാരി എന്ന് പറഞ്ഞാൽ എന്താണ്? മാനിനെ കയ്യിലേന്തിയിരിക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ പരമേശ്വരനാണ്. പരമേശ്വരന്റെ കൈകളിൽ ഒരു മാൻപേടയെ കൈവശം വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ശിവശതകം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഭഗവാനോട് പറഞ്ഞു തരുന്നുണ്ട്. പല പുരാണങ്ങളിലും ശിവപുരാണത്തിലും ഒക്കെ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെയും പുരാണ അർത്ഥങ്ങളിലേക്ക് കഥയിലേക്ക് നിങ്ങൾ എന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ എനിക്കതറിയാൻ കഴിയാതെ പോകും. അത് ഞാൻ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് മാനിനെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭഗവാന്റെ സുതനാണ് ആര്? സുബ്രഹ്മണ്യൻ. ഏണപ്രധാരി സുതനാണ്. ആ ജഗത്തറിക, നിങ്ങൾ ഈ ജഗത്ത് അറിയണം. ആരാണിത്? ഇത് ശ്രീ പരമേശ്വരന്റെ മകനാണ്. ആര്? ഈ പളനി വാഴുന്ന ആ കുമാരൻ. അല്ലയോ ഹൃദയമേ, ഇവനെ നീ അറിഞ്ഞുകൊള്ളുക. ചേണുറ്റമേ ഹൃദയമേ, അല്ലയോ ഹൃദയമേ. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തോട് നാം പറയുകയാണ്, അല്ലയോ ഹൃദയമേ അറിഞ്ഞുകൊള്ളുക. ഈ ശിവവംശ സംഭവനായിരിക്കുന്ന ആ കുമാരനെ നാം ഓർത്തുകൊള്ളുക. അവൻ മാത്രമാണ് നമുക്ക് ഈ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളെയും ആനന്ദത്തെയും പ്രദാനം ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള ദേവൻ എന്ന് നാം അറിഞ്ഞുകൊള്ളുക. കാണപ്പെടുന്ന പരമാണം ജഗത്തു പരമാണുക്കളോളവും അതിൽ പ്രാണിപ്രഭേദം അതിൽ നൂണങ്ങിനെ പുറമെ പൂണുള്ളതും സകലതും ക്ഷോണിക്കു നല്ല പുതു കാണിസ്ഥലം പളനിവാണ കുമാര ഭഗവാനേണ പ്രധാരിസുതനാണ് ജഗത്തരിക ചേണറ്റു മേ ഹൃദയമേ. നോക്കുക, ഇത് വളരെ നമുക്ക് പരിചിതമല്ലാത്ത പദാവലികളെ വളരെ സംഗീതാത്മകമായി താളാത്മകമായി ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഭഗവാൻ ഈ കൃതി രചിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഈ ശ്ലോകത്തെ സമീപിക്കുമ്പോൾ നമുക്ക് ഇത് വായിക്കാനൊക്കെ വളരെയേറെ ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇതിൻ്റെ ഒരു താളം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് നമുക്ക് വളരെ മധുരമായി ആലപിക്കാൻ കഴിയുന്ന ഒരു കൃതിയാണ് ഇത് വിശാഖഷഷ്ഠി എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇനി 42ാമത്തെ ശ്ലോകം നമുക്ക് ഒന്ന് നോക്കാം. പെറ്റായ ശേഷം ഒരു നൂറ്റാണ്ടിരുന്നു പുനരറ്റാലതാണ് ശുഭമെന്നുറ്റായ ചിന്ത ഇതു തെറ്റായ മായയുടെ ചുറ്റാണ് സാരമറിയിൽ മറ്റാണു ജന്മമൃതി പറ്റാതെ ആത്മനിലയേറ്റാ ത്രിലോകി വശകം മറ്റാരുമില്ല ഇതിനൊരുട്ടായവൻ പളനിമൂൽപ്പറ്റായ മൂർത്തി ഒഴികെ. പറയുകയാണ് ഇവിടെ ഭഗവാൻ തൻ്റെ ഹൃദയം തുറന്ന് നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയതാപങ്ങളെല്ലാം ഇല്ലാതെയാക്കാൻ നിങ്ങൾ എന്തുമാത്രം ചെയ്താൽ മതി. ആ പളനിമാമലയിൽ പള്ളി കൊള്ളുന്ന കുമാരനായിരിക്കുന്ന സുബ്രഹ്മണ്യൻ്റെ ആ കാർത്തികേയൻ്റെ ആ ദണ്ഡായുധപാണിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭ്യമായാൽ അത് മാത്രം മതിയെന്ന് ഭഗവാൻ പറയുകയാണ്. നിങ്ങളുടെ ജന്മത്തിൻ്റെ നിരർത്ഥകത എന്താണെന്ന് കൂടെ ഭഗവാനോട് പറഞ്ഞു തരുന്നു. നിങ്ങളുടെ ചിന്തകൾ എന്താണ്? നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, എനിക്ക് ജീവിക്കണം. എത്ര നാളെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് പറ്റുന്നിടത്തോളം ഒരിക്കലും അന്ത്യമില്ലാത്ത ഒരു ജീവിതത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും ഇവിടെ കഴിഞ്ഞു പോകുന്നത്. ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അനന്തമായ ഒരു ജീവിതമാണ് നമ്മുടെ സ്വപ്നത്തിൽ കിടക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. നമ്മൾ പ്രാപ്തരല്ല. നമ്മൾ അതിനുള്ള കരുത്തും നമുക്കില്ല. ഭഗവാനോട് പറയുകയാണ്, പെറ്റായ ശേഷം ഒരു നൂറ്റാണ്ടിരുന്നു പുനരറ്റാലതാണ് ശുഭമെന്ന്. നമ്മുടെ ഉറ്റായ ചിന്ത എന്താണ്? നമുക്ക് ഏറ്റവും വലിയ ചിന്ത, ഉറ്റ ചിന്ത എന്താണ്? പെറ്റതിന് ശേഷം, ജന്മം കൊണ്ടതിന് ശേഷം എന്താണ് നമുക്ക് വേണ്ടത്? ഒരു നൂറ്റാണ്ടെങ്കിലും നമുക്ക് ജീവിക്കണം.
നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അസ്ഥിരതയെക്കുറിച്ച് നമുക്കറിയാം, നമ്മുടെ ആയുസിന്റെ അസ്ഥിരതയെക്കുറിച്ച് നമുക്കറിയാം. ഒരു നീർക്കുമ്പളെ പോലെ നിലയറ്റതാണ് എൻ്റെ ഈ ജീവിതം എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എന്നാൽ പോലും നമ്മൾ വളരെ വളരെ മിതമായി നമ്മൾ ആഗ്രഹിക്കുന്നു, എനിക്കൊരു 100 വർഷം ഇവിടെ ജീവിച്ചിരിക്കണം ഈ ഭൂമിയിൽ, എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച്, എല്ലാ സുഖങ്ങളും അനുഭവിച്ച്, എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചുകൊണ്ട് ഒരു 100 നൂറ്റാണ്ടെങ്കിലും ഈ മണ്ണിൽ എനിക്ക് ജീവിച്ചു പോകണം. അതിനുശേഷമോ പോകട്ടെ, ഒരു 100 നൂറ്റാണ്ടെങ്കിലും ജീവിച്ചു കഴിഞ്ഞാൽ പൊക്കോട്ടെ, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു, ഇനിയും അറ്റുപോകട്ടെ, ജന്മം അറ്റുപോകട്ടെ, ജനനം അറ്റുപോകട്ടെ, മരണം വന്ന് പിടികൂടട്ടെ. എന്നാലും എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഒരു 100 വർഷം എനിക്ക് ജീവിക്കണം, അതാണ് ശുഭമെന്ന്. അതാണ് നമ്മുടെ ഒറ്റ ചിന്തയതാണ്, നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് അതാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചായി എനിക്ക് 63 വയസ്സായി, ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു 100 വർഷമെങ്കിലും ജീവിക്കണം, ഇല്ലേ? എൻ്റെ മക്കളുടെ മക്കള്, അവരുടെ മക്കള്, അവരൊക്കെ സുഖമായി ജീവിക്കുന്നത് കണ്ടിട്ട്, ഇപ്പോഴുള്ള വണ്ടിയും വീടും വാഹനവും സ്ഥലവും ഒക്കെ ഇതൊക്കെ ഒന്ന് ഇരട്ടിയായി കണ്ടുകൊണ്ട് എല്ലാ സുഖങ്ങളും അനുഭവിച്ച്, എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ഒരു 100 വർഷം ഇവിടെ ഇരുന്നാൽ കൊള്ളാം എന്നുള്ള ചിന്തയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളതാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഈ മരണത്തിൽ നിന്നും എത്രയോ അകലെയായിരിക്കുന്നു, മരണം എനിക്കുണ്ടാകുന്നില്ല എന്ന് നാം ചിന്തിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അതാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ളവർ പല മരണത്തിനും നാം പോകുമ്പോഴേ അവൻ പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത എന്താണ്? ഞാനിപ്പോഴെങ്ങും പോകില്ല, ഈ യാത്ര ഇവിടെയെങ്ങും അവസാനിക്കാൻ പോകുന്നില്ല, ഇത് വീണ്ടും വീണ്ടും അങ്ങോട്ട് പൊക്കൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് നാം അറിയാതെ നമ്മുടെ യാത്ര അവസാനിക്കുന്നത്. ഇവിടെ ഭഗവാൻ പറയുകയാണ്, ഇപ്രകാരമുള്ള ചിന്തകൾ നിങ്ങൾക്ക് നല്ലതല്ല. പെറ്റായ ശേഷം ഒരു 100 നൂറ്റാണ്ടിരുന്ന് അല്ല അതാണ് ശുഭമെന്ന്. ഉറ്റായ ചിന്ത അത് തെറ്റായ മായയുടെ ചുറ്റാണ് സാരം. മായ വന്ന് നിങ്ങളെ ചുറ്റിക്കുകയാണ്, എല്ലാ മോഹങ്ങളും അത്യാഗ്രഹങ്ങളും വന്ന് നിങ്ങളെ ചുറ്റിക്കുകയാണ്. ഈ ആഗ്രഹങ്ങൾ വന്ന് ചുറ്റിക്കുകയാണ്. കിംബാഗത ആരുവതിൽ വൻപാപ ദുഷ്ഫലങ്ങൾ വളരുന്ന നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ പറഞ്ഞു. ഈ കാഞ്ഞിരമരമാണ്, ആഗ്രഹത്തിൻ്റെതും ആശയുടേതുമായിട്ടുള്ള ഒരു മരമായിട്ടാണ് നിങ്ങൾ വളർന്നു വരിക. കൈക്കുമത് അതിൻ്റെ വേര് മാത്രമല്ല, സമൂലം അത് കയ്പിനെ മാത്രമേ പ്രദാനം ചെയ്യുകയുള്ളൂ. ആശയും ആഗ്രഹങ്ങളും നിങ്ങൾക്ക് തരുന്നത് മായയാണ്. ഈ മായ നിങ്ങൾക്ക് തരുമ്പോൾ എന്താ ഉണ്ടാകുക? ഉറ്റായ ചിന്തയതു തെറ്റായ മായയുടെ ചുറ്റാണ്. ഈ മായയിട്ട് നിങ്ങളെ ചുറ്റിക്കുകയാണ്, അതിൻ്റെ ബന്ധനത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോവുകയാണ്. ഈ മായാബന്ധനത്തിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ അസ്ഥിരതയും അതിൻ്റെ യാദൃശ്ചികതയും അസ്വാഭാവികതയും ഒക്കെ കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ നമ്മളെ ഭഗവാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ. അതുകൊണ്ട് ഇവിടെ പറയാണ്, തെറ്റായ മായയുടെ ചുറ്റാണ് സാരമറിയണം. നിങ്ങൾ സാരമറിഞ്ഞുകൊള്ളുക, മൂല്യം എന്താണെന്നറിയുക, അർത്ഥം എന്താണെന്ന് അറിഞ്ഞുകൊള്ളുക, ഈ പ്രപഞ്ച തത്വം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. മറ്റാണ് സാരമറികൾ, മറ്റാണ് ജന്മമൃതി പറ്റാതെ ആത്മനിലയേറ്റാൽ ത്രിലോകിവശകം. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, പളനിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാൻ മാത്രമാണ് മരണഭയമില്ലാത്തവൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് മരണഭയം? അവനെ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ മരണമില്ലാതെയാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ജനനമില്ലാതെയാകണം. ജനനമില്ലാതെയാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആഗ്രഹങ്ങൾ നശിക്കണം, ആശകൾ നശിക്കണം. ആഗ്രഹങ്ങൾ, തൃഷ്ണ, ഒടുങ്ങാത്ത കൊടിയ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഇല്ലാതെയാകണം. നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തമായി എല്ലാ ആഗ്രഹങ്ങളും, പരിമിതമായ എല്ലാ ആഗ്രഹങ്ങളും ആശകളും നിങ്ങൾ അനുഭവിച്ച് തീർന്നിട്ടാണ് നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നതുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹത്തിൻ്റെ ഒരു വിത്ത് പോലും അവശേഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്ത് സംഭവിക്കും? നിർബീജ സമാധി നിങ്ങൾക്ക് ഉണ്ടാകും. എന്താണ് പറയുന്നത്? ബീജമില്ലാത്ത, വിത്തുകളില്ലാത്ത ഒരു സമാധി, ഒരു മരണം, ഒരു അന്ത്യം നിങ്ങൾക്കുണ്ടാകും. വിത്തുകളില്ല, ആഗ്രഹങ്ങളില്ല. ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ആത്മാവ് പുതിയ ശരീരത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം, നിങ്ങളുടെ ആ ആഗ്രഹം സാക്ഷാത്കരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് മരണമില്ലാതെയും ജനനമില്ലാതെയും വരികയുള്ളൂ. അതുകൊണ്ട് ഈ സാരമറിയണം. എന്താണ്? സർവ്വ ആഗ്രഹങ്ങളും നശിച്ചു പോകണം, സർവ്വ ആഗ്രഹങ്ങളും ഇല്ലാതെയാകണം. എന്ത് ചെയ്യണം? മിതമായ ആഗ്രഹങ്ങൾ വേണം, മിതമായ ആഗ്രഹങ്ങൾ വേണം. കാണപ്പെടുന്ന ഈ പരമാണുങ്ങളിലേക്കും അതിൻ്റെ പരമാണുക്കളിലേക്കും ഒക്കെ ഇറങ്ങി അതിൻ്റെ സൂക്ഷ്മതത്വം അറിയുന്നതായ ഒരു അറിവ് നിങ്ങൾക്കുണ്ടാകണം, സൂക്ഷ്മതത്വം ഉണ്ടാകണം, സാരം നിങ്ങൾ അറിയണം. ആ സാരം അറിഞ്ഞെങ്കിൽ മാത്രമേ വേണ്ടാതെയുള്ളതിന് പോണ്ട ദുരാശതവ
വേണ്ട അഗതാഭിഗതിത എന്ന് പറഞ്ഞ് ആ ശ്ലോകം അതിനെ നിങ്ങൾ അടിസ്ഥാനമാക്കി എടുത്തെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരുന്ന ശ്ലോകത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അനുഭവയോഗ്യമാകാൻ വരൂ. വേണ്ടാത്തതിലേക്കുള്ള ഒരു ആഗ്രഹവും നമുക്ക് വേണ്ട. ഞാനെപ്പോഴും എൻ്റെ ചുറ്റും നിൽക്കുന്നവരോടൊക്കെ ഞാൻ പറയും, അങ്ങനെയൊന്നുള്ള ആഗ്രഹങ്ങൾ നമുക്ക് വേണ്ട. അങ്ങനെയൊന്നുള്ള ആഗ്രഹങ്ങൾ ഞാൻ പലപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന പലരോടും ഞാൻ പറയാറുണ്ട്, വേണ്ട. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്തിപ്പറ്റാവുന്ന, നമ്മൾ പരിശ്രമിച്ചാൽ എത്തിപ്പറ്റാവുന്ന എത്രയോ ദൂരങ്ങൾ ഇനിയുമുണ്ട്. പക്ഷെ ആ ദൂരങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കുകയാണ്. ആ ദൂരങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യണ്ട, അത് നമ്മൾ നേടണ്ട, അത് നമ്മൾ തേടണ്ട, അത് നമ്മൾ സ്വന്തമാക്കണ്ട, അതവിടെ കിടന്നോട്ടെ. കുറേയൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ നമുക്ക് കഴിയണ്ടേ? ഈ സുഖവും സമ്പത്തും സമൃദ്ധിയും പേരും ഒക്കെ നമുക്ക് വേണം. മൊത്തവും പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ വളരെ വാശിയോടുകൂടിയുള്ള ഒരു യാത്ര നമുക്ക് വേണോ? വേണ്ട. അങ്ങനെയൊന്നും നമുക്കൊന്നും വേണ്ട. ലഭിക്കേണ്ടത് മാത്രം ലഭിച്ചാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ അറ്റുപോവുകയുള്ളൂ. എല്ലാത്തിനെയും ചാടിപ്പിടിക്കാനും തേടിപ്പിടിക്കാനും സ്വന്തമാക്കാനുമുള്ള വ്യഗ്രത, ആർത്തി, അത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജീവിതത്തിൽ ആഗ്രഹങ്ങൾ പൂർത്തിയാകാതെ നാം അറ്റുപോകും. ജനനം അറ്റുപോകും. ആഗ്രഹങ്ങൾ അവശേഷിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവില് ഈ ഓർമ്മകളുടെ സഞ്ചിയുമായിട്ടാണ് നാം പോവുക. ഈ ആഗ്രഹങ്ങൾ അവിടെ അവശേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി നിങ്ങൾ അനവധി ജന്മങ്ങൾ, അനവധി ശരീരത്തിൽ ഈ ആത്മാവ് പ്രവേശിച്ച് അനവധി ജന്മങ്ങൾ നിങ്ങൾ വീണ്ടും ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് അതുണ്ടാകാതിരിക്കാൻ ആഗ്രഹമില്ലാതെയാകുക. ജന്മമൃതി പറ്റാതെ ആത്മനിലയേറ്റാൽ ത്രിലോക്യവശകം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സാരമറികൾ മറ്റാണ്, വേറെയുള്ളതാണ്. ജന്മമൃതി പറ്റാതെ ആത്മനിലയേറ്റാൽ, ജനനവും മരണവും ഇല്ലാത്ത ആത്മനിലയേറ്റാൽ മാത്രമേ നിങ്ങൾക്ക് മോക്ഷം ഉണ്ടാകുകയുള്ളൂ. മോക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് സ്വർഗത്തേക്ക് പോയി ഏതൊക്കെയോ ഇപ്പൊ ചൊവ്വാഗ്രഹങ്ങൾ വരെ പോയിട്ടുണ്ടെന്നാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തുള്ള ഏതോ ഒരു സൗരയൂഥത്തിലോ അല്ലെങ്കിൽ സൗരയൂഥത്തിന് അപ്പുറത്തുള്ള ഒരു ഗ്രഹസഞ്ചയത്തിലോ സ്വർഗം എന്ന് പറയുന്ന അതിമനോഹരമായ, ആഗ്രഹിക്കുന്നതെന്തും ലഭ്യമാകുന്നതായ ഒരു മനോഹരമായ ഒരു ഭൂമി അവിടെ ഉണ്ടെന്നോ, അവിടെ പോയി നിങ്ങൾക്ക് വേണ്ടതെല്ലാം അനുഭവിക്കാൻ കഴിയുന്നതായ ഒരു ചുറ്റുപാടിനെയാണ് മോക്ഷമെന്നോ അല്ലെങ്കിൽ സ്വർഗമെന്നോ പറയുന്നത്. അതല്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി പൂർത്തിയാക്കി സംതൃപ്തിയോടുകൂടിയാണ് നീ ഈ ശരീരത്തിൽ നിന്ന് നിന്റെ ആത്മാവ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ആത്മാവ് വീണ്ടും ഒരു ജന്മം ആഗ്രഹിച്ചുകൊണ്ട് ഒരു ശരീരം തേടി, ഒരു ഗർഭഗൃഹം തേടി ആ ആത്മാവ് അലയില്ല. ആ ജീവാത്മാവ് പരമാത്മാവിനോടൊപ്പം ലയിച്ചു നിന്നുകൊണ്ട് ജനനത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ മരണത്തിൽ നിന്നും അവൻ ഒഴിവാക്കി കഴിയും. അതാണ് സാരം. ഈ ജീവിതത്തിന്റെ സാരം എന്താണെന്ന് വെച്ചാൽ അതാണ് സാരമറിയിൽ. അങ്ങനെ ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ ത്രിലോകി വശകം. വശകം എന്ന് പറഞ്ഞാൽ വശത്താക്കുക, അവന് സ്വന്തമാക്കുക. ത്രിലോകി, 3 ലോകങ്ങളും, ഭൂമിയും സ്വർഗവും പാതാളവും എല്ലാം അവന് വശമായി തീരും. അങ്ങനെയുള്ള ഒരുവൻ, അവന്റെ ജീവിതത്തിൽ പാതാളമില്ല, സ്വർഗമില്ല, ഭൂമിയില്ല. അവൻ വസിക്കുന്നിടം എന്താണ്? സ്വർഗമാണ്. അവൻ വസിക്കുന്നിടം മോക്ഷഭൂമിയാണ്. അവൻ ആനന്ദത്തിലാണ് അമരുക. ആ ആനന്ദത്തിൽ അമരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവന് ത്രിലോകങ്ങളും ഒന്നുപോലെയാണ്. അവൻ നരകത്തിൽ ചെന്ന് വീണാൽ പോലും ആ നരകത്തിലെ സ്വർഗീയ അവസ്ഥ അവൻ എന്താണെന്നറിയും. ഭൂമിയിൽ വന്ന് വീണാലോ അവിടുത്തെ സ്വർഗീയത അവൻ അനുഭവിച്ചു തരും. അവൻ സ്വർഗത്തിലേക്ക് പോയാലോ ആ സ്വർഗത്തിന്റെ സുഖഭോഗങ്ങളിൽപ്പെട്ട് ആസക്തനാകാതെ അതിൻ്റെയും മാനസ നിലയിലെത്തി അവിടുത്തെ സ്വർഗീയതയും പരമാനന്ദവും അനുഭവിച്ചറിയാൻ അവന് കഴിയും. 3 ലോകങ്ങളും അവൻ ഒരുപോലെ ആയിരിക്കും. സുഖദുഃഖങ്ങളെല്ലാം അവൻ ഒന്നുപോലെ ആയിരിക്കും. മാനാപമാനങ്ങളെല്ലാം ഒന്നുപോലെ ആയിരിക്കും. അവന്റെ വേദനയും സന്തോഷവും അവൻ ഒരുപോലെ ആയിരിക്കും അനുഭവിക്കുക. അതാണ് ത്രിലോകി വശകം. 3 ലോകങ്ങളും അവന് സ്വാധീനമായിരിക്കും, അവൻ അധീനമായിരിക്കും, അവന് കീഴ്പ്പെട്ടു നിൽക്കും. ഇവയൊന്നും അവനെ സ്വാധീനിക്കാൻ പോകുന്നില്ല, അവൻ അതിലേക്കൊന്നും ഒട്ടിപ്പിടിക്കാൻ പോകുന്നില്ല. ഇതാണ് ഭഗവാൻ പറയുന്നത്. മറ്റാരുമില്ല ഇതിനൊരിട്ടായവൻ. ഇതിന് നിങ്ങളെ സഹായിക്കാൻ, ഉറ്റ തോഴനായി നിങ്ങളോടൊപ്പം നിൽക്കാൻ, ഉറ്റ സഹായിയായി നിങ്ങൾ നിൽക്കാൻ, ഉറ്റ ദേവനായി നിങ്ങൾക്ക് നിൽക്കാൻ മറ്റാരും നിങ്ങൾക്കുണ്ടെന്ന് ഇല്ല.
പളനി പറ്റായ മൂർത്തി. പളനിയിൽ പറ്റിക്കൂടി നിൽക്കുന്ന, അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന, അവിടെ നിലനിൽക്കുന്നതായ മൂർത്തി ഉണ്ടല്ലോ, ആ മൂർത്തി ഒഴികെ മറ്റാരിലും ആശ്രയം പ്രാപിച്ചു കഴിഞ്ഞാൽ നിനക്ക് വീണ്ടും ജനനവും മരണവും ഉണ്ടാകും. നിന്റെ ആശകൾ നശിക്കില്ല. നിനക്ക് സാരം നീ അറിയാൻ പോകുന്നില്ല. ഈ സാരമറിഞ്ഞ ഭഗവാൻ ആരാണ്? ശ്രീ സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യ ഭഗവാന്റെ ജീവിതത്തെ, ദർശനത്തെ, ആ മൂല്യങ്ങളെ, ആ ആത്മതത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ജനനമരണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കഴിയും. പെറ്റായ ശേഷം 1 നൂറ്റാണ്ടിരുന്നു പുനരറ്റാലതാണ് ശുഭമെന്ന് ഉറ്റായ ചിന്തയതു തെറ്റായ മായയുടെ ചുറ്റാണു സാരമറിയിൽ. മറ്റാണു ജന്മമൃതി പറ്റാതെ ആത്മനിലയേറ്റാൽ ത്രിലോകി വശകം. മറ്റാരുമില്ലതിനൊരുറ്റായ വൻപളനി പറ്റായ മൂർത്തിയൊഴികെ. ഈ മൂർത്തിയൊഴികെ മറ്റാരും ഇതിന് പറ്റില്ല എന്ന് ഭഗവാൻ പറയുകയാണ്. ഇതെന്താണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത്? എൻ്റെ ശ്ലോകങ്ങളും എൻ്റെ പ്രഭാഷണങ്ങളും എൻ്റെ ഈ വാക്കുകളും കേട്ടിട്ട് ചിലരെന്നെ വിമർശിക്കാറുണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ചിലരല്ല, ചിലപ്പോൾ നിങ്ങളിൽ പലരും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വിമർശന ബുദ്ധി തോന്നും. എന്താണ് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ശോഭൻ സാർ എന്താണ് പറയുന്നത്? ഒരു ഭക്തനായിരുന്നോ ശ്രീനാരായണ ഗുരു? ശ്രീനാരായണ ഗുരു ഒരു ഭക്തനായിരുന്നോ? പളനി സുബ്രഹ്മണ്യ ഭഗവാന്റെ ഭക്തനായിരുന്നോ? അവിടെ പോയി നേർച്ചയും കാഴ്ചയും നൽകിയിരുന്നോ? അവിടെ പോയി തൊഴുതിരുന്നോ? അവിടത്തേക്ക് ഉപാസന ചെയ്തിരുന്നോ? പലരും ചോദിക്കും. എന്നെ പലരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പലരും എന്നോട് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുമുണ്ട്, സാർ എന്തോ ഈ പറഞ്ഞു കൂട്ടി പോകുന്നത്? ഇങ്ങനെ പലരും പറയാത്ത കാര്യങ്ങൾ സാർ ഇങ്ങനെ പറഞ്ഞു പോവുകയാണല്ലോ, ഇതൊക്കെ ശരിയാണോ? സാറിന് എന്തെങ്കിലും പ്രമാദങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അവർക്ക് എൻ്റെ ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വരെയാണ് അവരിപ്പോൾ ചോദിക്കുന്നതെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ശ്രീനാരായണ ഗുരു ഒരു ഭക്തനാണോ? ശ്രീനാരായണ ഗുരു ദേവനല്ലേ, ദൈവമല്ലേ? പിന്നെ ചിലർക്ക് ശ്രീനാരായണ ഗുരു യുക്തിവാദിയാണ്, വിപ്ലവകാരിയാണ്. അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെയാണ് ഒരു ഭക്തനായി മാറുക? കൃത്യമായൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അവരുടെ ബുദ്ധിയിൽ അങ്ങനെ ചോദിക്കാൻ വേണ്ടിയുള്ള വളർച്ച മാത്രമേ അവർക്കുണ്ടായിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീനാരായണ ഗുരു പരമശിവനെ ഒരു കല്ലിൽ പ്രതിഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ തനിക്ക് വിശ്വാസമില്ലാത്ത ഒരു പ്രവൃത്തി ശ്രീനാരായണ ഗുരുദേവൻ ചെയ്യുമോ? മഹാഗുരു ചെയ്യുമോ? എന്തിനാണ് ഒരു പീഠത്തിലേക്ക് ഒരു ശിലയെടുത്ത് വെച്ചിട്ട് ശിവനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരാധിക്കാൻ പറയുന്നത്? ശ്രീനാരായണ ഗുരുദേവന് ഭക്തി ഇല്ലാതെ കണ്ടാണോ? വിശ്വാസമില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്തിട്ടാണോ? അങ്ങനെ വിശ്വാസമില്ലാത്ത, അവനവൻ ആചരിക്കാത്ത ഒരു പ്രവൃത്തി, അവനവൻ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് ആത്മവഞ്ചന എന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കാത്ത ഒരു കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആത്മവഞ്ചനയാണ്. ഞാൻ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആത്മനിന്ദയാണ്, ആത്മവഞ്ചനയാണ്. ശ്രീനാരായണ ഗുരുദേവൻ 64 പ്രതിഷ്ഠകൾ നടത്തിയത്, 64 ക്ഷേത്രങ്ങൾ തൻ്റെ നിർദ്ദേശമനുസരിച്ചും തൻ്റെ തൃക്കൈകൾ കൊണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വഞ്ചനയാണോ? ആത്മവഞ്ചനയാണോ? ഭഗവാൻ ഇഷ്ടമില്ലാത്ത, വിശ്വാസമില്ലാത്ത ഒരു കർമ്മം ഭഗവാൻ ചെയ്യുമോ? ശ്രീനാരായണ ഗുരുദേവൻ ഒരു ശിലയെടുത്ത് വെച്ചിട്ട് അതിനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് നമ്മോട് പറയുകയാണ്, ഇത് പരമശിവനാണ്, ഇത് സുബ്രഹ്മണ്യനാണ്, ഇത് ഭദ്രകാളിയാണ്, ഇത് ശാരദയാണ്, നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ, എനിക്ക് വിശ്വാസമില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ ഉണ്ടാക്കി തന്നതാണ്, ഞാനിതിലെങ്ങും പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ കഴിയുമോ? അങ്ങനെ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയാണോ മഹാഗുരു ഇത്രയും പ്രതിഷ്ഠകളും ഇത്രയും സ്തോത്രങ്ങളും എഴുതി തന്നത്? നോക്കുക, ഈ വിശാഖഷഷ്ടി എന്ന് പറയുന്ന ഒരു കൃതി തന്നെ നമ്മളൊന്ന് എടുത്ത് വായിച്ചു നോക്കുക. ഇതിനകത്ത് പറയുന്ന ഓരോ വാക്കുകളും, ഓരോ ആശയങ്ങളും, ഓരോ ബിംബവും, ഓരോ വാക്യങ്ങളും, ഓരോ അക്ഷരങ്ങളും എത്രമായി ഉത്കൃഷ്ടമായ അർത്ഥത്തെ വഹിക്കുന്നതാണ്. ഇത് മഹാഗുരു നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി എഴുതി തന്നതാണോ? ഇത് പെറ്റായ ശേഷം 1 നൂറ്റാണ്ടിരുന്ന് പുനരറ്റാലതാണ് ശുഭമെന്ന് ഓർക്കണ്ട എന്ന് ഭഗവാൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? ശക്തമായ വിമർശനം എന്നെ കുറിച്ച് ഇപ്പോൾ പലയിടത്തും പറയുന്നുണ്ട്. ശക്തമായ വിമർശനമുണ്ട്. അശോകൻ സാർ ഇങ്ങനെ ശ്രീനാരായണ ഗുരു ഭക്തനാണെന്ന് പറയുന്നു. അത് അപരാധമല്ലേ, അത് തെറ്റല്ലേ പറയുന്നതെന്ന്. അങ്ങനെയുണ്ടെങ്കിൽ ഈ വാക്കുകൾ ഇവിടെ കിടക്കുകയല്ലേ അതിന് തെളിവായിട്ട്? നമ്മളൊരു സ്തോത്രം ചെല്ലണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഭക്തി ഉദിക്കാതെ കണ്ട് നമ്മളത് ചെയ്യൂ. ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും ഉത്കൃഷ്ടമായ സ്തോത്രകൃതികൾ എഴുതി തന്നിരിക്കുന്നത് ഉത്കൃഷ്ടമായ ഭക്തി തൻ്റെ ഹൃദയത്തിൽ വിളങ്ങി നിൽക്കുന്നതുകൊണ്ടും തിളങ്ങി നിൽക്കുന്നതുകൊണ്ടും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടുമാണ്. അല്ലെങ്കിൽ ഇത് ആത്മവഞ്ചനയാണ്, ചതിയാണ്, നമ്മളെ എല്ലാം ചതിക്കുകയാണ്.
ശ്രീനാരായണ ഗുരുവിന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്ന നമ്മളെല്ലാം ചതിക്കുകയാണ് ഭഗവാൻ എന്ന് നാം പറയേണ്ടി വരും. അപ്രകാരമാണോ നാം ഇത് പിന്നെ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടുമല്ല എന്ന് നിങ്ങൾ അറിയുക. ഒരു ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് മാത്രമേ ഭക്തിയെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഒഴിഞ്ഞ പാത്രത്തിൽ നിന്ന് ഒന്നും പകർന്നു കൊടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഒരു ഒഴിഞ്ഞ പാത്രത്തിൽ നിന്ന് ഒന്നും പകർന്നു കൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ വിദ്വേഷമുണ്ടോ, അത് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടോ, അത് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ അസൂയയാണോ ഉള്ളത്, അത് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ അസഹ്യതയാണോ ഉള്ളത്, അത് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാം. വെറുപ്പോ വിദ്വേഷമോ അസൂയയോ പകയോ ആണോ, അത് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാം. സ്നേഹമാണോ, കാരുണ്യമാണോ, സാഹോദര്യമാണോ, ഭക്തിയാണോ നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതോ, അത് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാം. മഹാഗുരുവിന്റെ വചനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭക്തി തന്റെ നാരായണ ഗുരു പരമഹംസദേവന്റെ ഓരോ പരമാണുവിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ഭക്തിയുടെ പ്രതിഫലനമാണ്. അത് വിളിച്ചറിയിക്കുകയാണ് തന്റെ കൃതികളിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ ചെയ്യുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. അത് നമ്മൾ മറന്നു കഴിഞ്ഞാൽ ഈ കൃതികളൊക്കെ നിങ്ങളോട് സംവദിക്കത്തില്ല. ഈ വാക്കുകളോ ഈ സ്തോത്രങ്ങളോ ഈ ഭഗവാന്മാരോ നിങ്ങളോട് ഒരിക്കലും ആനുകൂല്യം കാണിക്കില്ല, നിങ്ങൾക്ക് അനുഗ്രഹം തരില്ല. വഞ്ചിക്കാൻ പാടില്ല, നമ്മുടെ വാക്കുകളെ വഞ്ചിക്കാൻ പാടില്ല. അത് ആത്മവഞ്ചനയാണ്. മഹാഗുരുവിന്റെ കൃതികൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇത് ഭഗവാൻ അനുഭവിച്ച കടന്നു വന്ന വഴികളുടെ നേർസാക്ഷ്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ ഈ പഠനം നിർത്തിക്കൊള്ളുക. മഹാഗുരുവിന്റെ കൃതികൾ നിങ്ങൾ ആരും പഠിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് ഇതിനെ പൂർണ്ണമായി സ്വീകരിക്കാൻ, പൂർണ്ണമായി സമർപ്പണം ചെയ്ത്, പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, സംശയലേശമന്യെ സ്വീകരിച്ചുകൊണ്ട് പഠിക്കാമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. അല്ലാത്തവർ പഠിക്കുന്നതിന്റെ കുഴപ്പമാണ് ഈ സമൂഹത്തിൽ എന്ന് കാണുന്നത്. ശ്രീനാരായണ ഗുരു പരമഹംസദേവനെ വിവിധ രൂപങ്ങളിൽ വർണ്ണിച്ച് കേൾപ്പിച്ചുകൊണ്ട് ഈ നാടിനെ കാലുഷ്യമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹാഗുരുവിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കാതെ അന്ധൻ ആനയെ കണ്ടതുപോലെ ശ്രീനാരായണ ഗുരുവിനെ ഈ സമൂഹത്തിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്, വിവരിക്കുകയാണ്, വിശദീകരിക്കുകയാണ്, പരിചയപ്പെടുത്തുകയാണ്. അതിലൂടെ നമ്മുടെ ആൾക്കാർക്കുണ്ടാകുന്ന സങ്കീർണതയും അപകർഷതാബോധവും അവരിലുണ്ടാകുന്ന ആത്മവിശ്വാസമില്ലായ്മയും എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. പൂർണ്ണമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വേദാന്ത കൃതികൾ പഠിക്കുമ്പോൾ വേദാന്തത്തിൽ മാത്രം വിശ്വസിക്കുക. അത് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്ന ആ ദാർശനിക മഹിമയുടെ നേർസാക്ഷ്യമാണ്. അത് കൃത്യമായത് പഠിക്കുക. അവിടെ നിങ്ങൾ വിശ്വാസം കൊള്ളുക, സമർപ്പിതരാകുക, സംശയലേശമന്യ ഭഗവാന്റെ വചനങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ സ്തോത്രകൃതികൾ നിങ്ങൾ കേൾക്കുമ്പോഴോ അതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയമില്ലാതെ, കളങ്കമില്ലാതെ, നിർമ്മലമായ മനസ്സോടുകൂടി, യാതൊരു ഉപാധികളുമില്ല, നിരുപാധികമായിട്ട്, സ്വാഭാവികമാകാൻ പാടില്ല, നിരുപാധികമായി ഗുരുവിൻ്റെ വചനങ്ങളെ നിങ്ങൾ എപ്പോൾ സ്വീകരിക്കാൻ കഴിയുന്നോ നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകും. നിങ്ങളുടെ വാക്കുകൾക്ക് ആഴം കൂടും, തൂക്കം കൂടും. ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ നിന്ന് പ്രസരിക്കുന്നതായിട്ട് നിങ്ങൾ അറിയും. നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർ അംഗീകരിക്കും. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ ശ്രദ്ധിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു വേഗതയുണ്ടാകും, ഒരു ഊർജമുണ്ടാകും, ഒരു പ്രകാശമുണ്ടാകും, ഒരു ചൂടുണ്ടാകും. വിശ്വാസം വേണം. കറകളഞ്ഞ വിശ്വാസം ഗുരുവിന്റെ വചനങ്ങളിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ അതുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിലോ ഉള്ളിലൊരു വിറയലുണ്ടാകും. ഞാൻ ഈ പറയുന്നതൊക്കെ ശരിയാണോ, ഞാൻ ഈ പറയുന്നതൊക്കെ തെറ്റ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന വാക്കുകളിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട്, സമർപ്പിച്ചുകൊണ്ട്, അതിൽ താണു വീണു വണങ്ങിക്കൊണ്ട് തന്നെയാണ് എൻ്റെ വാക്കുകൾ വരുന്നത്. ഒരു സംശയവും എനിക്കില്ല, ഒരു വിറയലുമില്ല. എൻ്റെ ഉള്ളിൽ യാതൊരു വിറയലുമില്ല. മഹാഗുരുവിന്റെ വചനങ്ങൾ എനിക്കറിയാവുന്ന അർത്ഥത്തിൽ നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ അതിൽ ഒരു സംശയവും എനിക്കില്ല. അത് പൂർണ്ണമായി ശരിയാണെന്നല്ല ഞാൻ പറയുക, എനിക്കതിൽ സംശയങ്ങളൊന്നുമില്ല. കേൾക്കുന്നവർക്ക് പല സംശയങ്ങളും ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് മഹാഗുരുവിൻ്റെ ഭക്തിയെയും വിശ്വാസത്തെയും ദാർശനിക വിചാരത്തെയും ഒന്നും നിങ്ങൾ അവിശ്വസിക്കാൻ പോകരുത്. ഇവിടെ നിങ്ങൾ കാണേണ്ടത് വിശാഖഷഷ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ സുബ്രഹ്മണ്യ ഭക്തനായ ശ്രീനാരായണ ഗുരു പരമഹംസദേവനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കണ്ടുകൊള്ളുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായ ഈശ്വരീയ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ. അത് ഞാൻ ഈ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു പോയതാണ്. പലരും ഒളിഞ്ഞിരുന്നും തെളിഞ്ഞിരുന്നും വിമർശിക്കുന്നുണ്ട്. വിമർശിക്കുന്നുണ്ട്. എന്നോട് ചോദിക്കാൻ വയ്യാത്ത പലരുമുണ്ട്, ചോദിക്കുന്ന പലരുമുണ്ട്, ഒളിഞ്ഞിരുന്ന് പറയുന്ന പലരുമുണ്ട്. അതൊന്നും വേണ്ട. ഞാൻ പറയുന്നു, എനിക്കിതിനൊന്നും യാതൊരു അവിശ്വാസവുമില്ല, ഒരു സംശയവുമില്ല.
പെറ്റായ ശേഷം ഒരു നൂറ്റാണ്ടിരുന്നു പുനരറ്റാലതാണ് ശുഭമെന്നുറ്റായ ചിന്തയതു തെറ്റായ മായയുടെ ചുറ്റാണു സാരമറിയിൽ മറ്റാണു ജന്മമൃതി പറ്റാതെ ആത്മനിലയേറ്റാൽ ത്രിലോകി വശകം മറ്റാരുമില്ല ഇതിനൊരുറ്റായവൻ വളഞ്ഞു പറ്റായ മൂർത്തിയൊഴികെ. ഇനിയും അപ്പൊ നമുക്ക് 43-ാമത്തെ ശ്ലോകം നമ്മളിവിടെ ഇന്നിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് തീരാം എന്നാണ് ഞാൻ വിചാരിക്കുക. കാരണം 8:30 ഇനിയുള്ള സമയം നമുക്ക് കൂടുതൽ സമയം നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ശ്ലോകത്തെയും നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ഹൃദയത്തിലേറ്റി വെച്ചുകൊണ്ട് സംശയരഹിതമായി നിഷ്കളങ്കമായി പരിപൂർണമായ സ്വീകാര്യക്ഷമതയോടുകൂടി ഭഗവാന്റെ വാക്കുകളെ പറഞ്ഞല്ലോ, ഗുരുവിൻ്റെ വാക്കുകൾ ഔഷധങ്ങളാണ്, വചനാമൃതങ്ങളാണ്, ഔഷധങ്ങളാണ്. നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ഔഷധ വീര്യമുള്ള വചനങ്ങളാണ് മഹാഗുരുവിൻ്റെ വാക്കുകളും വചനങ്ങളും എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ഈ വചനങ്ങൾ കൊണ്ട് നിങ്ങളുടെ അന്തരാത്മാവും നിങ്ങളും ശുദ്ധീകരിക്കപ്പെടണം, വിമലീകരിക്കപ്പെടണം, ശക്തീകരിക്കപ്പെടണം. ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായിരിക്കുന്ന പരമാത്മാവിനെയും ആ വാക്കുകളെ നമുക്ക് ഉപദേശിച്ചു തന്ന ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെയും പദാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് തൻ്റെ ഈ വാക്കുകളിലൂടെ സമർപ്പിക്കുന്നു. ദൈവമേ കാത്തുകൊള്ളുക.